നമസ്കാരം. നമുക്ക് ടോണി വർക്കിച്ചനെ കുറിച്ചാണ്, നമ്മുടെ ചൈൻസ് ഗോൾഡ്. അതെ, ചൈൻസ് ഗോൾഡ് അല്ലേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞങ്ങൾ ആർക്കും കുറ്റം പറയാനല്ല വന്നിരിക്കുന്നത്, നമ്മൾ കാര്യങ്ങളൊന്ന് അപഗ്രഥിക്കാൻ ഓർത്താം അല്ലേ ഷാജി? തീർച്ചയായിട്ടും തുടങ്ങാം അല്ലേ? അതെ അതെ. അപ്പൊ നമ്മുടെ ടോണി വർക്കിച്ചൻ ചൈൻസ് ഗോൾഡ് 10-40 ഷോറൂം ഒക്കെ ഉണ്ട്. സ്വർണം വാങ്ങുക, അത് പഴയ സ്വർണങ്ങൾ വാങ്ങി വിൽപ്പന നടത്തുന്ന ഒരാളാണ്. അപ്പൊ നമുക്കറിയാം പുള്ളി ഈ അടുത്ത നാൾ ഉയർന്നു വന്ന ഒരു ബിസിനസ്സുകാരൻ അല്ലേ ഷായി? ഏതാണ്ട് ഒരു 5-6 കൊല്ലം ആയി. പക്ഷെ ആള് മിടുക്കനാ. ഞാൻ പറഞ്ഞു മിടുക്കനല്ലത് ഞാൻ പറയാം, കാരണം മിടുക്കന്മാർക്കുള്ളതായി ലോകം. അതെ, പണ്ടൊരാൾ പറഞ്ഞില്ല, ബസ്സിൽ ഇടിച്ചു കയറുന്നവനെ ജീവിതത്തിൽ ഇടിച്ചു കയറത്തുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ടോണി വർക്കിച്ചനെ ശരിക്കും അയാളത് സ്വയം പൊങ്ങിയ അത് ഓക്കെ, അതെല്ലാം മനസ്സിലാക്കുക. ഞാൻ പറയുന്നത് നമ്മളൊക്കെ പുകഴ്ത്തി പറഞ്ഞ് ഇഷ്ടപ്പെടുന്നവരാ, പ്രാഞ്ചേട്ടന്മാര്. അതെ, പ്രാഞ്ചേട്ടന്മാരാ. ടോണി വർക്കിച്ചന് നന്മയൊക്കെ ഉണ്ട്. അത് നമ്മളിപ്പോ ഈ മലയാളിക്ക് ഒരു പ്രശ്നം ഷാജിക്കറിയല്ല, എന്നാ പ്രശ്നം മലയാളിയുടെ? കഴിച്ചാല് ഒരാളെ വെറുതെ വിടത്തില്ല. അല്ല, ചുമ്മാ അല്ല, ഉയർന്ന തലത്തിലേക്ക് പോകുന്നവരെ താഴെ ഇറക്കുന്നതിന് മലയാളിക്ക് ഒരു വലിയ അതൊരു മാനസിക രോഗമാണ്. എല്ലാ മലയാളിയും അല്ല കേട്ടോ. ഇപ്പൊ മലയാളി മൊത്തം ആക്ഷേപിച്ചു എന്ന് പറയാൻ പറ്റിയല്ല. ഈ ടോണി വർക്കിച്ചൻ ആർട്ടിസ്റ്റുകളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മളിപ്പോ തളർത്താൻ നോക്കല്ലേ, നമ്മൾ ആർക്കും ഒരു ചതി ഞാൻ ചെയ്യാൻ പോകുന്നില്ല. ആത്മാർത്ഥമായിട്ട് തന്നെ ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ജനങ്ങൾ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ ഒരു പാട്ടുകാരനായിട്ടോ അല്ല ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. ഞാൻ നല്ലത് ചെയ്യുന്നത് കൊണ്ട്, ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ഇല്ല സമ്മാന കൂപ്പൺ വെക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഉച്ചക്ക് ഈ പാവങ്ങൾക്ക് ആഹാരം. അയാളുടെ ഷോറൂമിന്റെ വാതിക്കൽ ഒരു 11:45 തൊട്ട് പാവങ്ങൾ ക്യൂ ആണ്. കോട്ടയത്ത് മിക്ക ഷോറൂമിലും ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോ വിശപ്പ് അകറ്റുക അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ അതായത് അദ്ദേഹം വളരെ വിജയകരമായിട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഈ സമൂഹത്തിനൊരു സന്ദേശം കൊടുക്കേണ്ടവർ തിരിച്ച് ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചില, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യങ്ങൾ തന്നെ, ഇപ്പോൾ എത്ര നിയമം പുള്ളിക്ക് അനുകൂലമാണെങ്കിലും പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലോ ഒരു MLA എന്നുള്ള നിലയിലോ ജനങ്ങൾക്ക് മാതൃകയാകേണ്ട ഒരാൾ ഇപ്രകാരം ഒരു തെറ്റ് ചെയ്തിട്ട്, ഞാൻ നിയമപരമായി തെറ്റ് ചെയ്തിട്ടില്ല, എനിക്ക് ഇന്ത്യയിലുള്ള ഒരു നിയമവും ഞാൻ ലംഘിച്ചിട്ടില്ല എന്ന് പറയുന്നത്, നമ്മൾ കുഞ്ഞു കുട്ടികൾ വളർന്നു വരുന്ന കോളേജ് സ്കൂൾ തലത്തിൽ വരുന്ന കുട്ടികൾ ഇത് കാണുമ്പോൾ അവർ ഇതേ തെറ്റുകൾ സമൂഹത്തിൽ ആവർത്തിക്കാനുള്ള ഒരു പ്രചോദനം. നിയമം എന്താണ്, എനിക്കിത് ചെയ്യാൻ നിയമം എനിക്ക് പരിരക്ഷ തരുന്നുണ്ട് എന്നുള്ള ഒരു ഒളിഞ്ഞ സന്ദേശമാണ് രാഹുൽ മാങ്കൂട്ടം കൊടുക്കുന്നത്. ഷാജിനെ അറിയാം, എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് സ്വാഭാവികമായിട്ടും കേരള ജനതയ്ക്ക് ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. നല്ല മിടുക്കൻ ചെറുപ്പക്കാരനാണ്. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തെ ഒരു എന്താ പറയാ, ഒരു ബുദ്ധിയില്ലാത്തെന്ന് വിളിക്കും. കാരണം എന്നറിയോ, ഈ ആള് മുഖ്യമന്ത്രി വരേണ്ട ആളാ 100%. അല്ലേ? അതിനുള്ള കാലിബറുണ്ട്, അതിനുള്ള കഴിവുള്ള ചെറുപ്പക്കാരനാണ്. ഈ ചെറുപ്പക്കാരന് ഇത് എന്ത് പറ്റി ഞാൻ ആലോചിച്ചു. കാരണം ഇത് ഇത്രമാത്രം ബുദ്ധിയില്ലാത്ത ആളെന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഇന്നത്തെ കാലത്ത് ഈ മൊബൈലിൽ കൂടെയുള്ള ചാറ്റിങ്ങും കാര്യങ്ങളും, അത് മാത്രമല്ല ഈ ആള് ചെയ്ത കാര്യങ്ങളോട് എനിക്ക് 1% ന്യായീകരണമുള്ളത്. കാരണം ഒരു ആരോപണമാണെങ്കിൽ ഞാൻ പുള്ളിയോട് നിൽക്കും. ഇപ്പൊ ദിലീപിന് ഒരു ആരോപണം വന്നപ്പോൾ നമ്മൾ ആരോട് വന്നാൽ സത്യത്തിന്റെ കൂടെ ദിലീപിനോട്. പക്ഷെ ഈ കാര്യത്തിൽ ചാനൽ ചർച്ചയിലൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് എന്നെ ഒരു ചാനൽ ചർച്ചയിലെ ഒരു അവതാരകം വിളിച്ച് ഭയങ്കര വളർന്നു, വാ ഇയാളുടെ നാളെ ഞാൻ ഈ പെണ്ണുകാസെല്ലാം ടോട്ടലി ഇങ്ങനെ എടുത്തിരിക്കാന്ന്, പാട്ടത്തിന് എടുത്തിരിക്കാന്ന്. അതല്ല, നമ്മളെപ്പോഴും പറയുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു നമ്മളെ കുറിച്ച് ഒരു നല്ല മതിപ്പ് വേണം. അതായത് ഇയാള് പറഞ്ഞാൽ ശരിയായിരിക്കും നാളെ. ഈ ആൾ കാണുന്ന എല്ലാ പെണ്ണുകേസുകൾക്കും പോയി സപ്പോർട്ട് ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ എന്നാ വിലയുള്ളത്? അതിനെ നമ്മളിപ്പോ സ്ത്രീകളുടെ ഭാഗത്ത് എല്ലാ സ്ത്രീകളും ശരിയാണെന്ന് ഞാൻ പറയില്ല, എല്ലാ പുരുഷന്മാരും ശരിയാണെന്ന് ഞാൻ പറയില്ല. മനുഷ്യണ്ടല്ലോ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസില് പറ്റിയതുപോലെ ഇനി ഈ ടോണി വർക്കിച്ചന് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു അദ്ദേഹത്തിന്റെ സ്വയം കഴിവുകൊണ്ടാണ് ഒരു പ്രോഡക്റ്റ് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ച് ടോണി വർക്കിച്ചന് മിടുക്കനാ. അയാൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അയാളുടെ കാറുകളും ഒക്കെ ആയിട്ട് അയാൾ വരുന്ന ഒരു വരവ് വെക്കണം, അതായത് ബിൽഡപ്പ് ചെയ്യുന്ന. ഈ ബിൽഡപ്പ് ചെയ്ത് സ്വയം ഒരു ഇമേജ് ഉണ്ടാക്കുന്ന ആളാണ്. ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട്. സ്വർണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10-40 സ്ഥലത്തൊക്കെ ഉള്ളപ്പോ കിലോ കണക്കിന് സ്വർണം ഒരു ദിവസം വാങ്ങി വിൽക്കുന്നുണ്ട്. നല്ല ലാഭമുള്ള ബിസിനസ്സാണ്. അപ്പൊ അദ്ദേഹം ഒരു കാര്യം ചെയ്യുന്നത് എന്താണ്, ഈ ലാഭത്തിൽ നിന്ന് ഒരു വിഹിതം പാവങ്ങൾക്ക് വീട് വെക്കാനും ദരിദ്രർക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ അതിനകത്ത് കൈയടിക്കുന്നു. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി എന്ന് പറയുന്നത് മറ്റൊരു തെറ്റ് മറയ്ക്കാനുള്ളതായിരിക്കരുത് എന്ന് അദ്ദേഹത്തെ ഉപദേശിക്കാൻ ഞാൻ ആഗ്രഹിക്കും. കാരണം എനിക്ക് ആ ചെറുപ്പക്കാരൻ നശിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. തീർച്ചയായിട്ടും. അതായത് നമ്മള് ഒരു സമൂഹത്തിന്റെ മുമ്പിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തികളാണ്. വളരെയധികം മാന്യമായി പെരുമാറേണ്ടതും അവരുടെ ഉള്ളിൽ
മറിച്ചൊരു ചിന്തകളും വികാരങ്ങളും ഇങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് എല്ലാരും മനുഷ്യരാ, അല്ല മനസ്സിലാവും. എല്ലാരും ഇരുമ്പൊന്നുമല്ല. പക്ഷേ ടോണി വർക്കിച്ചൻ നമ്മുടെ ശത്രു നമ്മുടെ മൊബൈലാണ്. അതെ, നമ്മുടെ ശത്രു നമ്മുടെ മൊബൈലാണ്. നമ്മൾ ഒരിക്കലും മൊബൈലിൽ കൂടിയുള്ള വാട്സപ്പ് ഇപ്പം അയാൾ ആരോണ്ട് ഐ ലവ് യു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിന്നെ കേട്ടോ. ഐ ലവ് യു ഉമ്മ. എടി ഇത്രയും സുന്ദരികളായ പെണ്ണുങ്ങളുണ്ടായിട്ടോ, അതുപോലെ ഇഷ്ടമാണ് നിന്നെ എനിക്ക്. അതുപോലെ ജീവനായി പോയടി വാവേ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിന്നെ കേട്ടോ. ഐ ലവ് യു ഉമ്മ. എടി ഇത്രയും സുന്ദരികളായ പെണ്ണുങ്ങൾ. അതൊക്കെ പറയുന്നതിനകത്ത് വലിയ കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു അതൊക്കെ ഇത്ര ലോകത്തിൽ എന്തുപോലെ നീതിമാന്മാരാ ഇവിടെ. ടോണി വർക്കച്ചനെതിരായിട്ട് ഇയാൾ എന്തോ വലിയ അയാള് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ എന്താ അയാളൊരു ചാറ്റ് ചെയ്തപ്പോ ഇവരെന്താ അന്ന് പോലീസ് കൊടുക്കാൻ? സാറേ അതാണ് പോയിന്റ്. അതാണ് അത്. കാരണം വെച്ചാല് ഒരു നിയമ സംവിധാനവും ഒരു ക്രമസമാധാന പാലന സംവിധാനവും ഒക്കെ ഇവിടെ ഉള്ളിടത്ത് അതിനെ ഒന്നും സമീപിക്കാതെ ഇപ്പൊ ചുമ്മാ ഒരു എടുത്ത് താറടിച്ച് മനുഷ്യനെ നാറ്റിച്ച് ഒരാളെ ഡൗൺ ആക്കുക, അത് ശരിയല്ല. ഒരുത്തി ഭാര്യയും ഭർത്താവാണെന്ന് അറിയത്തില്ല, അവർ ചെയ്യുന്ന ഒരു വീഡിയോ, അതിനകത്ത് അവള് ഒരുത്തനെ കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ടാണ് ഇയാളെ കുറ്റം പറഞ്ഞത്. അയ്യോ, ലൈംഗിക ചുവയോടെ സംസാരിച്ചു. നാട്ടിൽ മൊത്തം ടോണിച്ചായന്റെ കുറെ വിശേഷങ്ങളാ. ഞാൻ പണ്ടേ ഇവളോട് ഞാൻ പറഞ്ഞായിരുന്നു ഞാനൊരു വീഡിയോ എടുത്ത് ചെയ്യാന്നുള്ള കാര്യം. അവിടെ പറഞ്ഞാൽ വേണ്ട വിട്ടുകളാ. ഈവൻ ചാരിറ്റി ഒക്കെ ചെയ്യുന്നൊക്കെ എന്തോ ആയിക്കോട്ടെ. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു ഇപ്പം എന്നും കുടുങ്ങുമെന്നുള്ളത്. വേറെ എനിക്ക് 100% അല്ല. ഇപ്പം ഇവള് ആങ്കർ MC ആണ്. അപ്പം പലപ്പോഴും വർക്കിന് പോവും. അപ്പൊ നീ ടോണിച്ചാന്റെ ഇവിടുത്തെ വർക്കിന് പോയിട്ടുണ്ടല്ലോ? 4 ഇവന്റ് ചെയ്തു. 4 പുള്ളി അവരുടെ ഇതിനകത്ത്. അപ്പം എപ്പോഴാ നിനക്ക് മെസ്സേജ് അയച്ചാൽ? 3ാമത്തെ ഇവന്റ് കഴിഞ്ഞു. എന്തോ അയച്ചേ? തൊലി അങ്ങ് ഉരിഞ്ഞ് നമ്മളത് എന്തോ നമ്മളെ തൊലി ഉരിഞ്ഞു പോവും. അത് തന്നെ. വേറെ നീ അവിടെ മറ്റേ പരിപാടി കഴിയുമ്പോ അയ്യോ എന്തോ അച്ഛന്റെ ഫോണോ എന്തോ ടിവിയോ? കുടുംബസംഗമത്തിന് കുറെ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ വേണം എടുത്തോ കറി വെച്ചോ ഞാൻ അല്ലെങ്കിൽ അങ്ങയുടെ കോഴിത്തര സഹിക്കാൻ വയ്യ. അപ്പൊ ഇനിയിപ്പോ TV ഒക്കെ എടുത്ത് വെച്ചിട്ട് അപ്പൊ എന്റെ അടുത്ത് മറ്റേ ക്യാമറ ടീമിലുള്ള പയ്യന്മാരുണ്ട് പറഞ്ഞായിരുന്നു, എന്റെ പൊന്നു ചേച്ചി എന്താണെങ്കിലും ഇങ്ങനെ കോഴിത്തരം കാണിക്കും. ആ സൈഡിലൊരു 54 ഇഞ്ചിന്റെ 42 ഇഞ്ചിന്റെ TV അതെടുത്ത് സൈഡിൽ വീട്ടിൽ കൊണ്ടുപോകാൻ നോക്ക്. അത് വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിലും അങ്ങേര് കോഴിത്തരം കാണിക്കും. ഓ എനിക്ക് ഈ പറഞ്ഞ ഫേസ്ബുക്കിൽ നിന്ന് കുറെ ആളുകൾ മറ്റേ കൂടുവിട്ട് ഇൻസ്റ്റാഗ്രാമിലോട്ട് വന്നപ്പോഴത്തേക്കിന് ഈ അവന്റെ സംസാരം കേട്ടാലേ അറിയാം ഈ പറയുന്ന രീതിയിലുള്ള പാന്റും ചുമന്ന ഷർട്ടും കിളിപ്പച്ച ഷൂവും അതില് ഫെയർ ആൻഡ് ലവ്ലിയുടെ മോള് പൗഡറും വിത്ത് ഐ ഷാഡോ ആൻഡ് ലിപ്സ്റ്റിക്. ഞങ്ങള് വീട്ടിൽ ആരെ കൊച്ചു പിള്ളേരെ പൗഡർ ഇട്ട് ഇറക്കുന്ന പോലെ ഞങ്ങള് വീട്ടിൽ വന്നിരുന്ന് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പണ്ട് ഇവള് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഒരു വർഷം മുന്നേ ആ സമയത്ത് ഇവളെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങേറെ ഈ കുടം ഇങ്ങനെ ഫ്ലെക്സ് ഒക്കെ കാണും. ഇവ അതിന്റെ മോനെ ഇവൻ ഇങ്ങനെ വളർത്തരാന്നും പറയുമായിരുന്നു ഇവള്. നമ്മളത് വിട്ടാ കഴിഞ്ഞു. ഇപ്പൊ എല്ലാരും കുത്തിപ്പോക്കുന്നാണ് ഇപ്പോൾ നമ്മൾ ഓർക്കുന്നത്. ഇവള് എന്തുകൊണ്ട് നിന്നോട് അയച്ചത്? എന്തോ ഇഷ്ടമായിട്ടാ നിനക്ക് മെസ്സേജ് അയക്കുന്നത്. നീ എവിടെ അടി? പക്ഷെ ഇങ്ങനത്തെ സൗണ്ട് അല്ല കേട്ടോ. പുള്ളി ഭയങ്കര സെഡ്യൂസ് ചെയ്ത പോലെ ഭയങ്കര മറ്റേ ഈ ലൈംഗിക ചൊവ്വയോട് കൂടി പറയില്ലേ. അയ്യോ അത് നീ തിരിച്ചു അച്ഛനെ ഞാനൊരു എന്റെ വീട്ടിലെ മൂത്ത ചേട്ടനായിട്ടാ കാണുന്നത്. പുള്ളി തിരിച്ചു പറഞ്ഞു ഇനി വർക്കിന് വിളിക്കില്ലാട്ടോ. വേറെ ലവർ ഉണ്ടല്ലേ എന്നാ ഇനി വർക്കിന് വിളിക്കില്ലാട്ടോ എന്നും പറഞ്ഞിട്ട് പുള്ളി എല്ലാ മെസ്സേജും ഡിലീറ്റ് ഫോർ അടിച്ചെന്നേ മണ്ടിയാട്ടോ. അതുപോലെ ഫോർവേഡ് ചെയ്ത് വിട്ടായിരുന്നെങ്കിൽ പോലും നമ്മളൊന്നും ആലോചിക്കുന്നില്ല. അത്രയും ബുദ്ധിയൊന്നും തോന്നുന്നില്ലല്ലോ. സോ ഇതാണ് അച്ചാനെ കുറിച്ച് ഞങ്ങൾ ഇന്ന് കണ്ടോണ്ടിരുന്നപ്പോഴത്തെ ഞങ്ങൾക്ക് തോന്നിയൊരു അപ്ഡേറ്റ്. ഇത് കണ്ടിട്ട് അച്ചാൻ ഞങ്ങളെ തൂക്കുമെന്ന് അറിയത്തില്ല. ഉറപ്പല്ലേ നാളെ പെണ്ണ് കേസ് ഇപ്പൊ സൈബർ സെല്ലിൽ നിന്ന് കോള് വരും. അങ്ങനെ കുറെ ഒക്കെ വരാനുണ്ട്. ശരി അപ്പൊ ഓക്കെ ബൈ. നേരത്തെ തന്നെ പറയാൻ അല്ല അത് ഇങ്ങനെയല്ലല്ലോ. യൂട്യൂബിലല്ലേ വന്നോണ്ട് യൂട്യൂബിനോട് എന്തെങ്കിലും ആരെങ്കിലും ശിക്ഷിക്കാനോ അല്ലെന്നല്ല ആരും രക്ഷിക്കാനോ കോടതിയാണ് ഇത് നാട്ടിക്കാൻ ചെയ്താ. നാട്ടിക്കുക. ഞാൻ ചോദിക്കട്ടെ ഷാജി, അങ്ങനെയെങ്കിൽ അവർ കോടതി പോലീസ് കൊണ്ട് പരാതി കൊടുത്തിട്ട് ആദ്യം തന്നെ ഇയാളുടെ മെസ്സേജ് വന്നപ്പോ ഇയാൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്താ പറയാനത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് ഇതിനൊക്കെ അന്ന് ഇയാളെ ഉപയോഗിക്കാനായിട്ട് പറ്റുമോ എന്ന് നോക്കി നടക്കുന്നില്ലെന്ന് കണ്ടപ്പോ അത് എടുത്ത് വീണ്ടും പക്ഷെ TV വീട്ടിൽ കൊണ്ടുപോയി. ഫ്രീ ആയിട്ട് കിട്ടിയ TV വീട്ടിൽ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പം ഇവർ ചെയ്യേണ്ടത് ഇവരോട് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ മാന്യമല്ലാതെ പെരുമാറിയാൽ ടോണി വർക്കിച്ചനെതിരായി നിയമ നടപടി സ്വീകരിക്കാൻ ഷാജി പറഞ്ഞതുപോലെ ഈ രാജ്യത്ത് നിയമ സംവിധാനം ഉള്ളപ്പോൾ, പോലീസ് ഉള്ളപ്പോൾ, താലൂക്ക് അടിസ്ഥാനത്തിൽ കോടതി ഉള്ളപ്പോൾ അത് ചെയ്യുന്നതിന് പകരം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ആ മനുഷ്യന് വ്യക്തിഗത നടത്തുന്നു. ഞാൻ പറഞ്ഞില്ല അദ്ദേഹം ചെയ്ത തെറ്റുണ്ടെങ്കിൽ ഞാനത് സൈഡ് ചെയ്യുന്നില്ല. സാറേ അത് തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇവര് ചിലപ്പോ എന്തെങ്കിലും ചില്ലറ തൊട്ട് കിട്ടുമെന്ന് ഓർത്തിട്ട് പ്രലോഭിപ്പിച്ചും കാണുമല്ലേ. അല്ല ഞാൻ ഇതിനകത്തുള്ള ടോണി വർക്കിച്ചൻ തന്നെ സ്വയം ഒരു വീഡിയോ ഇട്ടുണ്ട് പണ്ട് തല്ല് മേടിക്കുന്നത്.
അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് അത് നമ്മളിപ്പോ ഇതിനകത്ത് കാണിക്കാം. ആ. ഈ പുറമെല്ലാം അടിച്ചു പൊറിച്ചിട്ട് അയാൾ എന്നെ ഉപദ്രവിച്ചത് അവൻ എന്തോ ഒരു പെണ്ണുങ്ങൾക്ക് കണ്ട് കൊടുത്തോ എന്തോ അതിനകത്ത് എന്തോ ദുരൂഹതയുണ്ട്. ഉണ്ട്, പൈസ മേടിക്കാൻ വീട്ടിലോട്ട് എല്ലാം പറഞ്ഞു പുള്ളി എന്ന്. അത് പുള്ളി വീട്ടിൽ അതുകൊണ്ടൊന്നും എനിക്ക് യോജിപ്പില്ല. ആ. ഇത്രയും വലിയ നിലയിൽ നിൽക്കുന്ന ഒരാള് പെണ്ണുങ്ങളെ വിളിച്ചപ്പോ വീട്ടിൽ ചെന്നു അവിടെ വെച്ച് തല്ലി മേടിക്കാന്ന് പറഞ്ഞാൽ അതിൽ എന്തോ ദുരൂഹതയുണ്ട്. ഉണ്ട്. ഇതൊന്നും ടോണി വർക്കിച്ച് കേൾക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഞങ്ങൾ എതിരല്ല, പക്ഷെ നിങ്ങളെ പോലെ ഒരു ബിസിനസ്സുകാരൻ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഞങ്ങൾ സന്തോഷമുള്ളൂ. ഞങ്ങൾ ശരാശരി മലയാളിയുടെ നിലവാരത്തിലല്ല സംസാരിക്കുക. എല്ലാ മലയാളി മോശമെന്ന് പറഞ്ഞുകൊണ്ടല്ല. ഒരു മലയാളി ഉയർന്നു വരുന്നത് മറ്റൊരു മലയാളിക്ക് ഇഷ്ടമല്ല. മലയാളിക്ക് പാരയാണ്. ഒരാൾ ഉയർന്നു, ടോണി വർക്കിച്ച് ഉയർന്നു പോകണം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ രീതികൾ എല്ലാം കറക്റ്റായി പോകണം. ഈയിടെ ലൈഫ് മിഷൻ എന്ന് പറഞ്ഞാൽ വീട് കൊടുത്തു. ആ ലൈഫ് മിഷനിൽ ഗവൺമെന്റ് സഹായം ചെയ്ത വീട് നിങ്ങൾ സഹായം കൊടുത്തുകൊണ്ട് അവിടെ എന്തോ വ്യാജ വീഡിയോ ആണെന്ന് പ്രചരണം വന്നു. അതെ, അതിനകത്ത് അതിന്റെ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് ഒരു ലൈഫ് മിഷന് സർക്കാരിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന സർക്കാരിന്റെ സാമ്പത്തിക ശേഷി അനുസരിച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടി ചിലപ്പോൾ ഒരു വീട് പൂർണ്ണമായി തീരത്തില്ല. കാരണം തറ കെട്ടുമ്പോ ഒരു പൈസ, തറയ്ക്ക് ശേഷം വാർക്കുന്നത് വരെ ഒരു ഘട്ടം അല്ലേ, അങ്ങനെയല്ലേ കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് അതിന്റെ ശേഷം ഇത്ര രൂപ അതിന്റെ ഫിനിഷിംഗ് വർക്കിന് കൊടുത്തു എന്ന് പുള്ളി പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും ചിലപ്പോൾ ഒരു പക്ഷെ വിവാദം ആകത്തില്ലായിരുന്നു. പക്ഷെ പുള്ളി കൊടുത്ത മട്ടിൽ പുള്ളി അത് നമ്മൾ പറഞ്ഞല്ലേ, പുള്ളി ചെയ്ത നന്മകളും പാപങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് ഒരിക്കലും ഞാൻ വിസ്മരിക്കില്ല. ടോണി വർക്കിച്ചന് മുന്നോട്ട് പോകണം. താങ്കൾ ഇനിയും എന്താ ചാരിറ്റി നിർത്തരുത്. താങ്കൾ ചാരിറ്റി നിർത്തിയാൽ ജനങ്ങൾ തങ്ങളോടൊപ്പം ഉണ്ടാവില്ല. താങ്കളോടൊപ്പം ഇപ്പൊ ജനങ്ങളുള്ളത് എന്തുകൊണ്ടാണ്? താങ്കൾ ഇങ്ങനെയുള്ള ചാരിറ്റി ചെയ്ത് താങ്കൾക്ക് ലഭിക്കുന്ന ഒരു ലാഭത്തിന്റെ വിഹിതം താങ്കൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവർക്ക് പങ്കുവെക്കുമ്പോഴാണ് യഥാർത്ഥ ദൈവസ്നേഹം. അതിലാണ് ഞാൻ താങ്കളെ സപ്പോർട്ട് ചെയ്യുന്നത്. മറിച്ച് താങ്കളുടെ ബിസിനസ് ചിലപ്പം എന്താ പറയാ, ബിസിനസ് എന്ന് പറഞ്ഞാൽ കവടമാണല്ലോ. അത് ചിലപ്പോൾ താങ്കൾ ഈയിടെ അടുത്ത ഒരാൾ പറഞ്ഞു സ്വർണം വാങ്ങുമ്പോൾ ടോണി വർക്കിച്ചന്റെ അവിടെ എന്തോ ഇത് കുറച്ചാ കൊടുക്കുന്നത്. ഈ പുള്ളിയെ വിശ്വാസമായിരുന്നു. ചിലപ്പോൾ അതായിരിക്കാം. നിങ്ങൾ ഇതിനെ സ്വർണം കൊടുക്കാൻ പോകുമ്പോൾ നിങ്ങളത് കൃത്യം വിൽക്കാൻ വന്നവനും വാങ്ങാൻ വന്നവനും കൃത്യമായി ബോധമുള്ളവരായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ആരോപണങ്ങൾക്കപ്പുറം ടോണി വർക്കിച്ചൻ എന്ന് പറയുന്ന മനുഷ്യൻ നല്ല കാര്യങ്ങൾ ചെയ്താൽ ഞങ്ങൾ അതിനെ കൈയടിക്കും. പക്ഷെ മറിച്ച് ടോണി വർക്കിച്ചനോട് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ സജീവമായ ഒരു സമൂഹത്തിൽ നിങ്ങൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. ഞങ്ങളൊക്കെ സൂക്ഷിച്ചാ പോണേ. നിങ്ങളിപ്പോൾ അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങളുടെ ഭാഗത്ത് ചെറിയ തെറ്റ് കാണാൻ വേണ്ടി ഇവിടെ കുശുമുള്ളവർ, കുന്നായ്മയുള്ളവർ, നിങ്ങൾ നശിച്ചു കാണുമെന്ന് ആഗ്രഹിക്കുന്നവർ കാത്തിരിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്കറിയാം, എന്നെയൊക്കെ എവിടെയെങ്കിലും വെച്ച് കിട്ടുമെന്ന് ആൾക്കാർ നോക്കിയിരിക്കുക. നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് ഒതുങ്ങിക്കോണം. നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകണം. പോട്ടെ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇതിനകത്ത് പുള്ളി ഇത് സോഷ്യൽ മീഡിയ വഴി ഉപയോഗിക്കുകയും പല പരിപാടികളുടെ സ്പോൺസർഷിപ്പ് ഒക്കെ ചെയ്യുന്നത് പുള്ളി പബ്ലിസിറ്റിക്ക് വേണ്ടിട്ട്. അത് മാർക്കറ്റിംഗ്. പുള്ളിയുടെ ഇഷ്ടമാണ്, പുള്ളിയുടെ സൗകര്യമാണ്. അപ്പം കിട്ടില്ല മാർക്കറ്റിംഗ്. അതെ. അപ്പൊ ഇതിന് അങ്ങനെ ഒരു വശവും കൂടെ ഉണ്ട്. പക്ഷെ അപ്പോഴാണ് നമ്മൾ അതിന്റെ അപകടങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ സോഷ്യൽ മീഡിയനെ ആഗ്രഹിക്കുന്നത്. ഇപ്പം ബൈബിളിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, വലതുകാരം ചെയ്യുന്നത് ഇടതുകാരം അറിയാൻ പാടില്ല. അതൊരു ഷാജി ഇപ്പൊ പറഞ്ഞൊരു പോയിന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നറിയോ, ഞാനൊരു കാര്യം പറയാം. അത് ടോണി വർക്കിച്ചനെ മാത്രം മുൻനിർത്തിയല്ല പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ചാരിറ്റി ചെയ്തിട്ട് അത് വീഡിയോയിലൂടെ, അത് ഫേസ്ബുക്കിലൂടെ, അത് സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിസിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. 100%. അത് തന്റെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ ടോണി വർക്കിച്ചൻ ചെയ്യുന്നുണ്ട്, ബോച്ചെ ചെയ്യുന്നുണ്ട്. ഈ ഞങ്ങൾ എന്തോ ചാരിറ്റി ചെയ്യുന്നു, ഞങ്ങളെന്തോ ചെയ്യുന്നതിന് ഞാൻ എതിർക്കുകയല്ല. മറിച്ച് ചാരിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലത് കൈ, ഇപ്പൊ ഷാജി പറഞ്ഞത് ഇടത് കൈ അല്ല വലത് കൈ ഇടത് കൈ അറിയരുത്. നമ്മൾ ഒരാൾക്ക് ഒരു പുണ്യപ്രവൃത്തി ചെയ്താൽ, ഒരു നന്മ ചെയ്താൽ അത് മറ്റുള്ളവരെ അറിയിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ടാണ് ഇടത് കൈ ചെയ്ത് വലത് കൈ അറിയരുതെന്ന് പറയുന്ന കാര്യം. പക്ഷെ മറിച്ചൊരു കാര്യം ചോദിക്കട്ടെ, ടോണി വർക്കിച്ച മാത്രമല്ല എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. അത് മാർക്കറ്റിംഗ് ആണ്. അപ്പൊ അവർക്ക് സപ്പോർട്ട് കിട്ടണം, അവരുടെ പ്രോഡക്റ്റ് വിറ്റഴിക്കാനാ. ടോണി വർക്കിച്ചന്റെ പ്രശ്നം എന്താണ്? ഇതെല്ലാം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സ്വർണ്ണക്കടയിൽ ആള് വരണം, സ്വർണം കൊടുക്കണം, അദ്ദേഹം വാങ്ങും, പൈസ കൊടുക്കും. ഓക്കെ, നല്ല ലാഭം. സ്വർണത്തിന്റെ ബിസിനസ് നല്ല ലാഭമുള്ള ബിസിനസ്സാ. അതിലൊരു വിഹിതം അദ്ദേഹം പാവങ്ങൾ കൊടുക്കുന്നതിന് ഞാൻ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്തു. പിന്നെ ഒരു കാര്യമുണ്ട്, കേരളത്തിൽ എത്രയോ കോടീശ്വരന്മാരുണ്ട്, അവരാരും ചെയ്യുന്നില്ലല്ലോ. കേരളത്തിൽ എത്രയോ കോടീശ്വരന്മാരുണ്ട്, അവരാരും ചെയ്യുന്നില്ലല്ലോ. ടോണി വർക്കിച്ചനെ പോലെയുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ സ്വഭാവത്തിൽ എത്ര മാന്യന്മാർ, എല്ലാം പറയുന്ന കുറ്റപ്പെടുത്തുന്നവരൊക്കെ ഭയങ്കര മാന്യന്മാരല്ലേ. നിങ്ങൾ പാപമില്ലാത്തവർ തന്നെ കല്ലെറിയട്ടെ. ടോണി വർക്കിച്ചനോട് ഞങ്ങൾക്ക് ഉപദേശം കൂടെ ഉണ്ട്. നിങ്ങളൊരു പാപം ചെയ്തു, നിങ്ങളൊരു മോശപ്പെട്ട കാര്യം ചെയ്താൽ നിങ്ങളത് ചെയ്യരുത്. നിങ്ങൾക്ക് സ്വകാര്യതകൾ ഉണ്ടാവും, നിങ്ങളെ പ്രൈവസി നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ ഒരു ചെറുപ്പക്കാരനാണ്, നിങ്ങൾ കഴിവുള്ളവനാണ്, നിങ്ങൾക്ക് അത് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, നിങ്ങളെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം ഭയങ്കരമായിട്ട്. ടോണി വർക്കിച്ചനോടൊപ്പം തന്നെ
അച്ചായൻസ് ഗോൾഡിനെ ഒരുപോലെ മാർക്കറ്റ് ചെയ്യണം. ഞാനിവിടെ കണ്ടത് ടോണി വർക്കിച്ചനും അച്ചായൻസ് ഗോൾഡും തമ്മിൽ ഒരേ ത്രാസിൽ പോവുക. അതെ, അദ്ദേഹത്തിന് അതാണ് അദ്ദേഹത്തിന് അത് പബ്ലിസിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നമ്മൾ എതിര് പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, ഇതിനകത്തെ ഒരു അനാഥ മന്ദിരം ഒരു ആള് പണിയുമ്പോൾ അവിടെ അനാഥരുണ്ടാവണം എന്നുള്ള അതിന്റെ ഒരു ഹൈഡ് അജണ്ടയുണ്ട് ഇതിനകത്തുണ്ട്. ഇവിടെ ശവപ്പെട്ടിക്കട നടത്തുന്ന ഒരാൾക്ക് ഇവിടെ മരണം കൂടുതൽ സംഭവിക്കണം എന്നൊരു ഹൈഡ് സ്വാഭാവിക. അല്ലെ, മരണം നടന്നില്ലെങ്കിൽ അയാളുടെ ശവപ്പെട്ടി വെച്ചാൽ നടക്കത്തില്ലല്ലോ. ഇല്ലേ, മെഡിക്കൽ കോളേജിലേക്ക് ഓരോ ആംബുലൻസ് പോകുമ്പോഴും അവിടെ ഇരിക്കുന്ന ശവപ്പെട്ടിക്കാരൻ എന്റെ തിരിച്ചു വരരുതേ എന്നല്ലേ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ, അത് അയാളുടെ കുറ്റമല്ല, അയാള് മനുഷ്യ സഹജമായത്. ഇപ്പൊ വൃദ്ധസാധനങ്ങൾ, അതെ, വൃദ്ധസാധനങ്ങൾ പണിയുന്നവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ മക്കളെ ആരും തന്തേനും തള്ളേനും നോക്കരുത്, നോക്കിയാൽ ഇല്ലെങ്കിലേ ഉള്ളൂ എനിക്ക് ഇതുകൊണ്ട് ഇത് മുന്നോട്ട് ലാഭകരമായിട്ട് നടത്താൻ പറ്റുള്ളൂ. വൃദ്ധസ്ഥാനത്ത് മക്കൾ ഉപേക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ വൃദ്ധസ്ഥാനം എങ്ങനെ മുന്നോട്ട് പോകും? അപ്പൊ അതുകൊണ്ട് ടോണി വർക്കിച്ചൻ അയാളെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നു, അത് സ്വർണ്ണമാണ്, നല്ല ലാഭമുള്ള ബിസിനസ് ആണ്. ആ ലാഭമുള്ള ബിസിനസ് ജനങ്ങളുടെ കൈയടി വാങ്ങാൻ വേണ്ടി അദ്ദേഹം ചാരിറ്റി പ്രവർത്തനത്തോടെ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം നല്ല തുക കൊടുക്കുന്നുണ്ട്, ഒരു സംശയമില്ല. ഉണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു ചെറിയ തെറ്റുകൾ വരുമ്പോൾ അത് മാത്രം എല്ലാ നന്മകളും നമ്മൾ 100 നന്മ ചെയ്താലും ഒരു ചെറിയ തിന്മ മതി ജനം പറഞ്ഞു കിടക്കാൻ. അത് ടോണി വർക്കിച്ച നിങ്ങൾ മുന്നോട്ട് പോകുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ബി കെയർഫുൾ. ബിക്കോസ് കേരളത്തിലെ കുശുംബന്മാരും അസൂയക്കാരും ദുഷ്ടലാക്കോടെ നിങ്ങളുടെ വീഴ്ച, നിങ്ങളുടെ പതനം കാണാൻ നിൽക്കുമ്പോൾ ടോണി വർക്കിച്ചനാണ് നേരായ വഴി, ഞാനല്ല. ടോണി വർക്കിച്ചൻ ബുദ്ധിമാനാണ്. അതുകൊണ്ട് തന്നെ പറയാം, ഈ മൊബൈൽ ഉണ്ടല്ലോ, ഇതാണ് ശത്രു എല്ലാവരുടെയും. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ നമ്മുടെ ഇന്നത്തെ ഈ കറണ്ട് സൊസൈറ്റിയില് എല്ലാ കുറ്റങ്ങളും പിടിക്കപ്പെടുന്ന മൊബൈലിലൂടെയാണ്. അതുകൊണ്ട് മൊബൈൽ ഉപയോഗിക്കും, സൂക്ഷിക്കുക. പിന്നെ നിങ്ങൾ ചെറുപ്പക്കാരാണ്, നിങ്ങൾ ചിലപ്പോൾ ഒരാളുടെ ഐ ലവ് യു എന്നൊക്കെ പറയാം, അതൊക്കെ സ്വാഭാവികം. പക്ഷെ മറിച്ച് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകണം. ചാരിറ്റി പ്രവർത്തനം നിർത്തരുത്, മുന്നോട്ട് കൊണ്ടുപോവുക. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഒരു കാര്യം, നിങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ, നിയമപരമില്ലാത്ത തെറ്റുകൾ ഉണ്ടായാൽ ഞങ്ങൾ നിങ്ങളെ എതിർത്തിരിക്കും. അതും വേണം. കാരണം നമ്മൾ എന്താണ്, ഒരു ഐഡിയൽ സിറ്റിസൺസ് അല്ലേ? അല്ലേ ഷാജിക്ക് അഭിപ്രായം എന്താ? അത് തന്നെ വേണം, അതായത് സംഭവം നേരെയാവും. അതെ. അപ്പൊ ടോണി വർക്കിച്ചൻ ഇവിടെ ഉണ്ടാവണം, ടോണി വർക്കിച്ചൻ മുന്നോട്ട് പോകണം, ഇനിയും ബ്രാഞ്ചുകൾ ഇടണം. പക്ഷെ ഒരു കാര്യം, ടോണി വർക്കിച്ച നിങ്ങൾക്ക് വലിയ ശത്രുക്കളുണ്ട്, നിങ്ങൾ വലിയ എന്താ പറയാ, വലിയ കുഴിയിൽ വീഴാൻ കാത്തിരിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളൊരു കോട്ടയക്കാരനാണല്ലോ, വെച്ച് വാഴിക്കരുത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ കോട്ടയത്ത് ജനിച്ചവരാണ്, നമുക്ക് ഇതെല്ലാം അറിയാം. ചിരിച്ചു കാണിക്കുന്നവരെല്ലാവരും തന്നെ നമ്മുടെ ശത്രുക്കളെ. ഷാജി പെട്ട ഒരു ശത്രുക്കൾ 3 തരം. ഒന്ന് പറഞ്ഞ ഷാജി, അത് നിങ്ങൾ കേട്ടെ. ഷാജി ഒരു ഫ്രേസ് പറയും. അതായത് ശത്രുപ്പാര. ശത്രുപ്പാര എന്ന് പറയാൻ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി നിൽക്കും. ശത്രുപ്പാര നമുക്ക് അറിയാം. പിന്നെ ബന്ധുപ്പാര, ബന്ധുക്കൾക്കെല്ലാം അസൂയുണ്ട്. ബന്ധുക്കൾ നമ്മളെ വളർച്ച ആഗ്രഹിക്കത്തില്ല, അവർ നമ്മളെ തകരാൻ വേണ്ടി അവർ വരുന്ന ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ കൂടെ നിന്ന് സ്നേഹപ്പാരയുണ്ട്, ചേർത്ത് നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് വേണ്ടി കീജയെ വിളിച്ചിട്ട് അടി കൂടെ നമുക്കൂടെ പാരമണി. അതുകൊണ്ട് ടോണി വർക്കിച്ച സൂക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് 3 തരം പാരയുണ്ട്. അത് സ്നേഹപ്പാരയാണ് ഏറ്റവും കൂടുതൽ കൂടെ നിൽക്കുന്നവർ കാണും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങളെ പേഴ്സണൽ ഇഷ്ടമാണ്, നമുക്കൊരു കുശുമ്പുമില്ല. നിങ്ങൾ വലിയ വാഹനത്തിൽ പോകുമ്പോൾ നമുക്ക് ഇതൊന്നും പ്രശ്നമല്ല. പക്ഷെ ചാരിറ്റി ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ. ഈ സമൂഹത്തിൽ നിങ്ങളുടെ സമൂഹം വേട്ടയാടുന്ന കാണുമ്പോൾ വിഷമമുണ്ട്. പക്ഷെ നിങ്ങളെ ആരും കല്ലെറിയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. പിന്നെ നിങ്ങളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മോശത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. വേണ്ടേ? ഞങ്ങൾ പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്മാരെ പോലെയാ. നിങ്ങൾക്കെതിരായിട്ട് ഞങ്ങൾ പറയുന്നതല്ല. ഞങ്ങൾക്ക് വേണം നിങ്ങൾക്ക് 10 വർഷം ഇപ്പൊ പറയാലോ, എന്നോട് പറയുന്നില്ല. നിങ്ങളെപ്പോലെ ഒരു സമൂഹത്തിന് ആവശ്യമല്ലേ? അതെ, ഇല്ലേ? ഒരാളുടെ വയറ് വിശന്നിരിക്കുമ്പോൾ തീർച്ചയായും വയറ് നിറഞ്ഞാൽ മനസ്സ് നിറയും. ഉറപ്പല്ലേ? ആ മനസ്സ് നിറഞ്ഞാൽ നിങ്ങളെ കുറിച്ച് നന്മയെ അവർക്ക് ചിന്ത മനസ്സ് വരത്തുള്ളൂ. പക്ഷെ അതിനുശേഷം ഈ സമൂഹം ചെളിവാരി എറിയുന്നതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ മുഖം കാട്ടിക്കൊടുത്താൽ ഈ കഴിച്ചവർ. ഇപ്പൊ ടോണി വർക്കിച്ചന്റെ പേരുണ്ട്, കടയിലൊക്കെ ആള് വരുന്നുണ്ട്, നിങ്ങളുടെ ഈ ചാരിറ്റി പ്രവർത്തനം കൊണ്ട് കൈയടിക്കുന്നുണ്ട്. പക്ഷേ ഒരു വീഴ്ച വന്നാൽ, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടില്ല? നിങ്ങൾ ഓർത്ത് നോക്കൂ. ഞങ്ങൾ ശരിയാണ്, രാഹുൽ മാങ്കൂട്ടത്തിന് ആരുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ? രാഹുൽ മാങ്കൂട്ടം ഒന്നുമല്ലാതെ വട്ടപൂജ്യമായി പോയി. പണം നമ്മളെ എപ്പോഴും സഹായിക്കില്ല കേട്ടോ. പണം ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് പൊതുസമൂഹത്തിനിടയിൽ മാന്യമായ സ്ഥാനം വേണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ സ്വകാര്യതകളായി സംരക്ഷിക്കുക. സ്വകാര്യതകൾ നിങ്ങൾക്ക് പറഞ്ഞില്ല, എല്ലാ നീതിമാന്മാരെന്നല്ല, കുറവുകളും തെറ്റിടാത്ത മനുഷ്യരുടെയുണ്ടോ? ആരും ഇവിടെ ഇല്ല, ഞാൻ ഉൾപ്പെടെ. നമ്മളെല്ലാവരും തെറ്റ് ചെയ്യുക. 100% പെർഫെക്റ്റോടെ ജീവിക്കാൻ സമൂഹത്തിൽ നമുക്ക് ആർക്കും സാധിക്കത്തില്ല. പിന്നെ കുറ്റം പറയാൻ ഭയങ്കര കുറ്റം പറയുന്ന കുറെ പുണ്യവാളന്മാർ. വിവേകാനന്ദ സ്വാമി പറഞ്ഞല്ലോ, അപൂർണനായ ദൈവമാണ് മനുഷ്യൻ. പൂർണ്ണനായിരുന്നെങ്കിലും. അതെ. വിവേകാനന്ദ സ്വാമി പറഞ്ഞ അപൂർണമായ ദൈവമാണ് മനുഷ്യൻ.
പൂർണ്ണത ഉണ്ടെങ്കിൽ നമ്മൾ ദൈവമാവില്ല. അതല്ലേ അതിന്റെ അർത്ഥം അതാ, പൂർണ്ണതയുണ്ട്. അപ്പൊ ടോണി വർക്കിച്ചൻ പൂർണ്ണമല്ല, ഞാൻ പൂർണ്ണമല്ല, കേൾക്കുന്നത് നമ്മൾ ആരും പൂർണ്ണമല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ആരെയും വിധിക്കരുത്. നമ്മൾ വിധിച്ചാൽ നമ്മൾ വിധിക്കപ്പെടും. നമ്മൾ വിധിച്ചാൽ നമ്മൾ ആരെയെങ്കിലും അളന്നാൽ ആ അളവ്. അതുകൊണ്ട് അദ്ദേഹം ജീവിച്ചു പോട്ടെ. അദ്ദേഹത്തോട് ഞങ്ങൾ പറയാനുള്ള ഉപദേശം പറഞ്ഞു കൊടുത്തു. ജ്യേഷ്ഠ സഹോദരന്മാരെ പോലെ തെറ്റുകൾ ചെയ്താൽ ഞങ്ങൾ കൂടെ കാണത്തില്ല. പക്ഷെ ചാരിറ്റി പ്രവർത്തനം നടത്തുമ്പോൾ നിങ്ങളുടെ ലാഭത്തിൽ നിന്ന് ഒരു വിഹിതം കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ പണ്ട് യേശുക്രിസ്തു സക്കായിയെ ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കാം, പക്ഷെ നീ എന്ത് ചെയ്യണം? യേശുക്രിസ്തു ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നീ എന്ത് ചെയ്യണം? നീ അന്യായമായി വാങ്ങിച്ചതെല്ലാം നീ കൊണ്ട് കൊടുത്തിട്ട് വന്നാൽ ഞാൻ നിന്റെ വീട്ടിൽ പാർക്കാമെന്നാണ് സക്കായിയോട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതാവണം, നിങ്ങളുടെ സ്വഭാവം മറ്റുള്ളവർക്ക് മാതൃകയാവണം, തെറ്റുകൾ പറ്റാതെ സൂക്ഷിക്കുക, സ്വകാര്യത സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ വൈകാര്യതകൾ ഉണ്ടാവും. നിങ്ങൾ മജ്ജയും മാംസമുള്ള മനുഷ്യരാണ്, നിങ്ങൾ ഇരുമ്പൊന്നുമല്ല. അപ്പോ നിങ്ങൾ ചിലപ്പോൾ സൗന്ദര്യമുള്ള കാണുമ്പോൾ സൗന്ദര്യത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞെന്ന് കാണും. നിങ്ങൾ ചിലപ്പോൾ നെഗറ്റീവും പോസിറ്റീവും ആകർഷിച്ചത് ഇതൊക്കെ മനുഷ്യ സഹജമാ. ഇതൊന്നും ഞങ്ങൾ എതിരല്ല. അവിടെ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. നിങ്ങൾ ഇത്തരം പരിപാടികളുമായി മുന്നോട്ട് മോശപ്പെട്ട കാര്യങ്ങൾ ട്രാക്കിലേക്ക് പോയാൽ ഞങ്ങൾ നിങ്ങൾക്കെതിരാവും. ഇപ്പോൾ നിലവിൽ ഞങ്ങൾ നിങ്ങൾക്കെതിരല്ല. നിങ്ങൾ മുന്നോട്ട് പോവുക, ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ചെറിയ 100 ഉപകാരം ചെയ്താൽ ഒരു ചെറിയ തെറ്റ് മതി ജനം നിങ്ങളെ വിധിക്കാൻ. കാരണം നിങ്ങൾക്ക് ശത്രുക്കളുള്ള, എന്നേക്കാൾ കൂടുതൽ ശത്രുക്കൾ നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങളിപ്പോ കാശുകാരനാണ്, ഇഷ്ടംപോലെ വാഹനമുണ്ട്. ചിരിച്ചു കാണിക്കുന്ന മുഖങ്ങളൊന്നും മാറുമ്പോൾ ഉള്ളിൽ കലിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ടോണി വർഗീച്ചൻ മുന്നോട്ട് പോവുക, വി ആർ വിത്ത് യു. ബട്ട് നിങ്ങളുടെ ക്യാരക്ടറിൽ എവിടെയെങ്കിലും പാകപ്പഴുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ പറയുന്നു, ആരെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. പിന്നെ സ്ത്രീകൾക്ക് പരാതി ഉണ്ടെങ്കിൽ അവർ ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയയിലും ഷാജി പറഞ്ഞതുപോലെ ഇതൊന്നും കോടതിയല്ല, ധൈര്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വിത്ത് എവിഡൻസ് കൊടുത്തിട്ട് വേണം നിങ്ങൾ ആ മനുഷ്യനെ വിധിക്കാൻ, അല്ലേ? അതെ, തീർച്ചയായും. അതുകൊണ്ട് ഒരാളുടെ വീഴ്ച ഞങ്ങൾ ആഗ്രഹിക്കാത്തതാണ്. ഞങ്ങൾ ടോണിക്ക് വർക്കിനെ 10 തെറിയെങ്കിലും ഇവിടെ പറയാം. ഒരാളുടെ വീഴ്ച നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ടോണി വർക്കത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ കുറെ അവമാനം ഭയങ്കര കുറയാ. ചുമ്മാ കുറച്ചോട്ടെ. പട്ടി കുറയ്ക്കും ടോണി വർക്കിച്ച. KKS ബസ് ഡൽഹി പോയേ നിൽക്കത്തുള്ളൂ. പട്ടി ഇങ്ങനെ KKS ബസ് കാണുമ്പോൾ കുറയ്ക്കും. എവിടെ നിർത്താൻ? അതങ്ങ് ഡൽഹി പോയേ നിൽക്കത്തുള്ളൂ. ഷാജി, നമുക്ക് എപ്പിസോഡ് അവസാനിപ്പിക്കല്ലേ? അപ്പൊ ഞങ്ങളുടെ എപ്പിസോഡ് നിങ്ങൾ കണ്ടതിന് ഷാജിയും ഞാനും തമ്മിൽ വ്യത്യസ്ത സബ്ജക്റ്റ് ആണ് പറഞ്ഞത്. നിങ്ങൾ കണ്ടതിൽ സന്തോഷമുണ്ട്. അപ്പോ കഴിവതും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക കേട്ടോ. അപ്പൊ ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യണം. അതെ, പുതിയ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് അടിപൊളി അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്. നമ്മുടെ നടൻ രവീന്ദ്രന് വേണ്ട വീഡിയോ ആയിരുന്നു. അപ്പൊ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ദൈവം നിങ്ങൾ ധാരാളം അനുഗ്രഹിക്കട്ടെ. നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് നല്ല എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഷാജി നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു സോ മച്ച്.